അതെ, പ്രതീക്ഷിച്ചതു തന്നെ സംഭവിച്ചു. വിലക്കുകൾ തകർത്ത് 5 പേരുടെ മരണത്തിനിടയാക്കിയ സംഘർഷമുണ്ടായ യു.പിയിലെ സംഭൽ മേഖല സന്ദർശിക്കാനെത്തിയ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും യു.പി പോലീസ് തടഞ്ഞു. ഡൽഹി നോയിഡ അതിർത്തിയായ ഗാസിയാപൂർ പ്രദേശത്താണ് ഇരുവരെയും തടഞ്ഞത്. പോലീസ് റോഡിന് കുറുകെ ബാരിക്കേഡുകൾ നിരത്തുകയായിരുന്നു. അതേസമയം ബാരിക്കേഡുകൾ നീക്കാൻ ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഇന്ന് രാവിലെയാണ് കോൺഗ്രസ് സംഘം സംഭലിലേക്ക് പുറപ്പെട്ടത്. 11 മണിയോടെ സംഘം ഗാസിയാപൂരിൽ എത്തിയെങ്കിലും മുന്നോട്ടു പോകാൻ യു.പി പോലീസ് അനുവദിച്ചില്ല. റോഡിനു കുറുകെ ബാരിക്കേഡുകളും പോലീസ് വാഹനങ്ങളും നിരത്തിയാണ് യാത്ര തടഞ്ഞത്. ഇതോടെ വാഹനത്തിൽ നിന്നും ഇറങ്ങിയ രാഹുൽ പോലീസുകാരുമായി സംസാരിച്ചുവെങ്കിലും യാത്ര അനുവദിക്കാനാകില്ലെന്ന് പോലീസ് പറയുകയായിരുന്നു. ഇതോടെ ബാരിക്കേഡുകൾ മാറ്റണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. ബാരിക്കേഡുകൾ മറികടക്കാനുള്ള ശ്രമവും പ്രവർത്തകർ നടത്തി. രാഹുൽ ഗാന്ധിയെ തടയാനാകില്ലെന്നും അദ്ദേഹം സംഭൽ ഉറപ്പായും സന്ദർശിക്കുമെന്നും പ്രവർത്തകർ പറഞ്ഞു. റോഡുകൾ ബ്ലോക്ക് ചെയ്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് കോൺഗ്രസിനെതിരെ ജനരോഷം ഉയർത്താനുള്ള ബി.ജെ.പി ശ്രമമാണ് നടക്കുന്നതെന്നും പ്രവർത്തകർ ആരോപിക്കുകയുണ്ടായി. നൂറുകണക്കിന് പ്രവർത്തകരാണ് യു.പി അതിർത്തിയിലേക്ക് എത്തുന്നത്. രാഹുലിന്റെ യാത്രയ്ക്ക് ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിട്ടില്ല. യാത്ര റദ്ദാക്കണമെന്ന് രാഹുലിനോട് അഭ്യർത്ഥിച്ചു. സംഘർഷാവസ്ഥയെ തുടർന്ന് പുറത്തുനിന്നുള്ളവർ ഇവിടേക്ക് എത്തുന്നതിന് നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം വിലക്കിയിരുന്നു. ഇത് 10 വരെ തുടരും. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിനുൾപ്പെടെ സ്ഥലം സന്ദർശിക്കാൻ കഴിഞ്ഞിരുന്നില്ല. രാഹുലിന്റെ സന്ദർശനത്തോടെ വീണ്ടും പ്രകോപനമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് മൊറാറാബാദ് ഡിവിഷൻ കമ്മീഷണറുടെ വാദം. അതേസമയം പള്ളിയിൽ നടന്ന സംഘർഷം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നും സാമുദായിക ഐക്യം തകർക്കുകയായിരുന്നു ലക്ഷ്യമെന്നുമാണ് അഖിലേഷ് ആരോപിച്ചത്. ശൂന്യവേളയിലാണ് അഖിലേഷ് ഈ വിഷയം ഉന്നയിച്ചത്. സാഹോദര്യത്തിന് പേര് കേട്ട സ്ഥലമാണ് സംഭൽ. സംഘർഷത്തിന് പിന്നിൽ വ്യക്തമായ ആസൂത്രണം നടന്നിട്ടുണ്ട്. ബി.ജെ.പിയും സഖ്യകക്ഷികളും ഓരോ വിഷയങ്ങൾ കുഴിച്ചെടുക്കുകയാണ്. ഇത് രാജ്യത്തിന്റെ സാഹോദര്യത്തെ ആകെ തകർക്കും. സംഘർഷമുണ്ടായപ്പോൾ സംഭൽ ഭരണം അനാവശ്യ തിടുക്കം കാണിച്ചു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും അവർക്കെതിരെ കേസെടുക്കുമെന്നും ബി.ജെ.പി സർക്കാർ ഭരണഘടനയെ ബഹുമാനിക്കുന്നില്ലെന്നും അഖിലേഷ് വിമർശിച്ചിരുന്നു. അതേസമയം ഷാഹിം മസ്ജിദ് സർവേയുമായി ബന്ധപ്പെട്ട് നവംബർ 24-ന് സംഭലിലുണ്ടായ സംഘർഷത്തിൽ 5 പേരെ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സ്ഥലം സന്ദർശിക്കാനിരുന്ന മുസ്ലിം ലീഗ്, സമാജ്വാദി പാർട്ടി എംപിമാരെ നേരത്തെ യു.പി പോലീസ് തടഞ്ഞിരുന്നു. അതേസമയം രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം പ്രകോപനത്തിന് ഇടയാക്കുമെന്ന് മൊറാറാബാദ് ഡിവിഷണൽ കമ്മീഷണർ ആഞ്ജനേയ കുമാർ സിംഗ് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമാണ്. നിലവിൽ സ്ഥിതി ശാന്തമാണ്. മാർക്കറ്റുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. ഡിസംബർ 10 വരെ പുറത്തുനിന്ന് ആളുകൾ വരുന്നത് ജില്ലാ മജിസ്ട്രേറ്റ് നിരോധിച്ചിട്ടുണ്ട്. അന്തരീക്ഷം ഇപ്പോൾ ശാന്തമാണെങ്കിലും സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ആരെങ്കിലും പുറത്തുനിന്ന് വന്നാൽ പ്രകോപനം കാരണം എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. പുറത്തുനിന്ന് ആരും വരരുതെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സമാധാനം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ സാധിക്കും. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം റദ്ദാക്കാൻ അപേക്ഷിക്കുകയാണെന്നായിരുന്നു ആഞ്ജനേയ കുമാർ സിംഗ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്.